പിന്നെയും അതേ ആന. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കുന്നത്? ആന വരരുത്, ആനനെ കാണരുത് എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി 2 മണി 1 മണി ടൈമിൽ സൗണ്ട് കേട്ട് എണീക്കുമ്പോൾ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരുത്തനാണ് ഇവൻ റെഗുലർ കസ്റ്റമർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ വന്ന് ഡെയിലി വീട്ടിൽ വരാൻ തുടങ്ങി. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡെയിലി ഇപ്പോൾ ചക്ക ആണെങ്കിൽ ചക്ക തിന്നിട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ മാങ്ങയാണെങ്കിൽ മാങ്ങ തിന്ന് പൊക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കാറ്. പക്ഷേ ഇവൻ ചക്ക തിന്ന് കഴിയുമ്പോൾ പതിയെ വീടിൻ്റെ അടുക്കള ഭാഗത്തോട്ട് ഇങ്ങനെ നീങ്ങി അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടിക്കൂണ്ട് അടുത്തോട്ട് നീങ്ങി വരികയാണ്. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം കൈവിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ്. കാരണം നമുക്കിതിനെ ഓടിപ്പിക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഇവിടെയുള്ള ഈ ആനയ്ക്ക് ആകെ പേടിയുള്ളൊരു പരിപാടിയാണ് ഇത്, പന്തം. ഇത് ശരിക്കും പന്തം കൊളുത്തി ജാതിയല്ല, കോലുമ്പോൾ പന്തം വെച്ച് ആനനെ ഓടിപ്പിക്കാൻ കാണിക്കുന്ന ഒരു റിസ്ക് പിടിച്ച പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനിത് മാത്രമേ ഇപ്പം നിലവിൽ പേടിയുള്ളൂ. പടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ ധമാക്ക പോലത്തെ സാധനങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പൊട്ടിച്ചിട്ടൊന്നും അവന് യാതൊരു കുലുക്കോ ഒന്നുമില്ല. ഈ പറഞ്ഞ മാതിരി ഫോറസ്റ്റുകാരെ വിളിച്ച് വരുത്തി ഇവർ തലങ്ങും വിലങ്ങും ധമാക്ക പൊട്ടിച്ചിട്ടോ ആൾ കുറേ നേരം കഴിഞ്ഞാൽ ആൾക്കൊരു പേടിയില്ല, ഒന്നുമില്ല. കണ്ട എല്ലാവരും നോക്കിക്കാണണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കണ്ടറിയാം ഇനി എന്തുണ്ടാവും എന്നുള്ളത്.